അയ്യോ. അയ്യോ, രാവിലെ 5 മണി കഴിഞ്ഞ കേട്ടോ. അങ്കൂന് സ്കൂളിൽ പോകണം. അപ്പം അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചതിൻ്റെ അവസ്ഥയാണ്. എനിക്കറിയാമായിരുന്നു അത് തിളുമ്പി കളയുന്നു, പക്ഷെ ഇത്രയും ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞില്ല. ഞാനതൊരു പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് അത് തിരിച്ചങ്ങോട്ട് വലിക്കുക കേട്ടോ, ഫോഴ്സ് കാരണം. എന്തായാലും അകത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നരച്ച് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചാൽ തലേദിവസം ഈസ്റ്റ് ഇട്ട് അരച്ച് വെച്ചാൽ കേട്ടോ. എന്തായാലും അപ്പത്തിൻ്റെ മാവ് റെഡിയായി. ഞാൻ കുറച്ച് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വൈറ്റ് സ്റ്റൂ ഉണ്ടല്ലോ, അങ്ങനെ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. സ്റ്റൂവും റെഡിയാക്കി അങ്കൂന് ടിഫിനിന് കൊടുത്തു വിടാനാണ് കേട്ടോ. അവൻ്റെ ടിഫിനിലേക്ക് ഇടുക. ഇതിനകത്ത് തന്നെ ഒരെണ്ണം പാലും പഞ്ചാര ഒഴിച്ചെടുത്താൽ അവൻ കഴിച്ചുകൊണ്ടും പൊയ്ക്കോളും. അപ്പോൾ അവന് ഇഷ്ടമാണ്. ഞാനിന്ന് ഈ ടിഫിനിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നേരെ ഇരിക്കും. ചെറുതാണെങ്കിൽ അത് ഒടിഞ്ഞു മടങ്ങിയ ടേസ്റ്റ് കാണത്തില്ല. കുറച്ച് കാഷ്യൂസും ഡേറ്റ്സും ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ബ്രേക്കിന് വെച്ച് കൊടുത്തു. ഉരുളക്കിഴങ്ങും സവാളയും കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടേ ഒന്ന് വേവിച്ചെടുത്തതാണ് നമ്മുടെ കുക്കറിൽ. അതിലേക്ക് നമ്മുടെ നോർമൽ പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു വൈറ്റ് സ്റ്റൂ ഉണ്ടാക്കിയെടുത്തു. ആവശ്യത്തിന് ഉപ്പും ഒക്കെ നോക്കിയിട്ട് അവൻ്റെ ടിഫിനിൽ വെക്കുക. ഇത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 2 അപ്പം കഴിക്കാൻ എന്തോ കറിയാണ് നമുക്ക് വേണ്ടല്ലേ. അങ്ക് റെഡി ആവുന്നുണ്ട്. അവൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അവൻ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് വന്ന് പല്ല് വെക്കുക. രാക്കി അവൻ്റെ ടൈ റെഡിയാക്കി. ഈ വർഷം മുതൽ ഈ ടൈയാണ്. പഴയ ടൈ ബാക്കി ക്ലിപ്പായിരുന്നു. ഇത് ഇച്ചിരി പാടാണ് റെഡി ആവാൻ. അപ്പോൾ ഡിയേഴ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുറ്റത്താട്ടോ. ഫുൾ കോടയാ. ഫോഗ് വന്ന് നിറഞ്ഞു നിൽക്കുക. നമ്മുടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. തണുപ്പ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നല്ല കോടമഞ്ഞാട്ടോ. ശരിക്കും ഫുൾ ഫോഗ് വന്ന് നിറഞ്ഞിരിക്കുക. ദൂരേക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഫോഗല്ലേ. അപ്പോൾ ഞാൻ അങ്കുവിനോട് പറഞ്ഞു എന്തായാലും കുറച്ച് വീഡിയോ എടുത്ത് നമുക്ക് സ്കൂളിൽ പോരുങ്ങാന്ന്. അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ടോ, ആ മുന്നേറ്റത്തെ ബിൽഡിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത അത്രയാ. അടുത്ത് കുറച്ച് വിസിബിലിറ്റി ഉണ്ട്, ദൂരേക്കൊന്നും വിസിബിലിറ്റി ഇല്ല. അപ്പം ഞാൻ അവിടെയൊക്കെ എന്തായാലും കറങ്ങി നടന്നു. എഴുന്നേറ്റിട്ട് ആ ഒരു കോലത്തിൽ തന്നെ, കാരണം പരസ്പരം ഒന്നും നമ്മളെ ആർക്കും കാണാൻ പറ്റത്തില്ലല്ലോ. സ്വെറ്ററും കാര്യങ്ങളും ഒന്നും ഇടേണ്ട ടൈം ആയിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സ്വെറ്റർ ഇടണമെന്ന് പറയും, നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട്. പണ്ടത്തെ ഒരു മലയാള സിനിമയല്ലേ ഇന്നലെ, ശോഭനയുടെയും ജയറാം സുരേഷ് ഗോപിക്ക്, അതിനകത്ത് ഇങ്ങനെ മൂടൽ മഞ്ഞ് വരുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. എന്തായാലും കുറച്ച് മഞ്ഞ് മൂടി അങ്ങോട്ട് പോയി. അങ്കുവും കാണാൻ പറ്റുന്നില്ല, അവൻ എങ്ങോട്ടും കൊണ്ടുപോയി പോവുക. കാണാൻ പോയി അങ്കു നിന്നെ ഒന്നും. അങ്കു നിന്നെ കാണുന്നില്ല, വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ. ഷോള് പൊതിച്ചിട്ടുണ്ട്, കാരണം അമ്മയ്ക്ക് പെട്ടെന്ന് ഈ തണുപ്പടിച്ചാലേ, അതുകൊണ്ടാ. വണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫോഗ് വന്നാലേ നമ്മുടെ വണ്ടിയുടെ പുറത്തൊക്കെ ഇങ്ങനെ പൊടിയടി. അതാ രാക്കിക്ക് ടെൻഷൻ. നേരെ കാണിച്ചേ കിട്ടിയത്. നീ ടൈയുടെ നീളം നോക്കാൻ അച്ഛന്. സിക്സ്ത് മുതൽ ഇങ്ങനത്തെ ടൈയാ. നേരത്തെ ഒരു പാടുമില്ലായിരുന്നു, ബാക്കി ക്ലിപ്പിട്ടാൻ കൊടുത്താൽ മതിയായിരുന്നു. അവനത് കെട്ടാൻ അറിയത്തില്ല. രാക്കി അത് കെട്ടിയിട്ട് അവന് കൊടുക്കുക. പോകുന്നവരെ അപ്പോൾ കഴുത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടങ്ങ് പോവാമല്ലോ. എന്തായാലും അത് റെഡിയായി വന്നിട്ടുണ്ട്. എന്തോരം ടൈമാണ് ഇതിനൊക്കെ ഇല്ലേ. ഇങ്ങനെ ഇട്ടാതിയോ, ഇങ്ങനെ അങ്ങനെ ഇട്ടാതിയോ. ഊരണ്ട മോനെ. അപ്പോൾ ഇച്ചിരി ലൂസാക്കിയിട്ട് തലയിൽ കൂടെ എടുത്തിട്ട് വീണ്ടും അങ്ങനെ ഇട്ടാതെ. അപ്പോൾ സമയം നിനക്ക് ലാഭിക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ അങ്കു റെഡിയാവട്ടെ. വിൻ്റർ യൂണിഫോം അവൻ ആരെങ്കിലും ഇട്ട് കൊടുക്കണം. രാക്കിയുടെ ജോലിയാണ് അത്. അമ്മ തരാടാ തൊപ്പി, നീ വെച്ചോ. ആ വണ്ടി ഇപ്പം കയറിക്കോ. ഇച്ചിരി കഴിയുമ്പോൾ വെയിൽ വരും. നല്ല തണുപ്പത്തെ തൊപ്പിയൊക്കെ വേണ്ടി ആയിരിക്കണം. അല്ല സെവൻ തന്നെ ആയിരുന്നു. ചെല്ല ഇവിടെ നിന്ന് പോയിക്കാം. അങ്ങനെ അങ്കൂനെ പാക്ക് ചെയ്ത് വിട്ടേ. തൊപ്പി വെക്കേണ്ട തണുപ്പൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ച് കൊടുക്കാത്ത. പിന്നെ ഈ കോട ശരിക്കും നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്, നമ്മുടെ നാട്ടിൽ ഈ പുതുമഴയെന്ന് പറയുന്നത് പെയ്യുമ്പോൾ നനയരുത്, പനി വരുമെന്ന് പറയുന്ന പോലെയാണ്. ഈ സമയത്ത് കെയർ ചെയ്താൽ നമുക്ക് നല്ല അതാണ്. അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റത്തില്ല. അതിങ്ങനെ കോട കയറി വരുന്നയാ. പോയി വണ്ടിയെ കാണാനൊന്നും പറ്റത്തില്ല. ഒരു ഫോഗ് ലൈറ്റ് പോലെ എന്തോ മിന്നായം കാണാം എനിക്കിവിടെ നിന്നാ. കാണുന്നുണ്ടോ ഒരു ഫോഗ് ലൈറ്റ്? അമ്മ ആ കോടയിലോട്ട് ഇറങ്ങി പോവാ കേട്ടോ. ഞാൻ പറഞ്ഞു അധികം അങ്ങോട്ട് ഇറങ്ങി നടക്കണ്ട, സൂക്ഷിക്കേണ്ട ടൈമാണ്. ഒരു 10 മണി കഴിയുമ്പോൾ ഇതങ്ങ് മാറും കേട്ടോ. ചെറിയ വെയിലൊക്കെ വരും.
പക്ഷെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ കോട കാണുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഡിസംബർ കഴിയുമ്പോൾ നല്ല കോടയായിരിക്കും, ജാനുവരിയിലൊക്കെ. അത് തണുപ്പോട് കൂടിയുള്ള കോടയാട്ടോ. അങ്ങനെ വന്നതേ ചായയൊക്കെ ഇട്ടു, അവർക്കൊക്കെ കൊടുത്തു. എൻ്റെ ചായ എടുത്ത് ഞാൻ കുടിക്കാൻ പോവാണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ബാക്ക് ടു റൂട്ടീനാണ്. കൂടെ ഇപ്രാവശ്യം അമ്മയും കൂടെ ഉണ്ട്. പിന്നെ പാറുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനു പോകുന്നവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചുള്ളത് ഞാൻ ലാസ്റ്റ് കുറേശ്ശെ ഇട്ട് തരാം കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുത്ത കുറച്ചൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം, അവർ പോകുന്നവരുള്ള നമ്മുടെ ഞുഞ്ഞുമോൻ്റെയും സൃഷ്ടിയുടെയും പാറുവിൻ്റെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അതേ രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് ചിയ സീഡ് പാലിൽ കുതിർത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്തായാലും കുറച്ച് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇനിയുടെ തണുപ്പ് കാലമാണ്. നമ്മുടെ വേഷവും പഴുതിയും കംപ്ലീറ്റ് മാറും, മൊത്തത്തിൽ പൊതിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വരും. ഭക്ഷണത്തിനും നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റത്തുള്ളൂ. കാലാവസ്ഥയെന്നല്ല, നമ്മൾ എവിടെ ആണെങ്കിലും നമ്മളുടെ മാറ്റങ്ങളനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ രാക്ക ഇറങ്ങി കേട്ടോ. അപ്പോൾ 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കോടയൊക്കെ വന്നത് മാറി, ആ മൂടൽ മാറിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് അപ്പം ചുട്ട് എടുക്കുക. അമ്മയ്ക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും 2 കഴിക്കുക. 2 അപ്പം ചുട്ട് ആ കറിയായിട്ട് കൊടുക്കുക. അമ്മയ്ക്ക് വെറുതെ പഞ്ചസാര ഇഷ്ടം കേട്ടോ. ഷുഗർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ കറി കൂട്ടി കഴിച്ചാൽ മതി എന്ന്. അപ്പം നമ്മുടെ ഈ CC പ്ലാന്റ് മരിച്ചു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ടോ മഞ്ഞിച്ചിട്ട് എനിക്ക് വിഷമമായിരുന്നു. പക്ഷേ ഇതേ ഒരു ബഡ് വരുന്നുണ്ട്. ഇതിന് വെള്ളമൊന്നും വേണ്ട കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോഴാണ് ഈ ചെടി നശിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ വെള്ളവേ ഒന്ന് ഞാൻ ഇന്ന് ശകലം ഒന്ന് കാണിച്ചു കൊടുത്തു, മാസത്തിലൊന്ന് തുള്ളി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ബഡ് വന്ന സന്തോഷത്തിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മ ഉച്ചക്കലത്തേക്കുള്ള നോക്കുക. സിമ്പിളായിട്ടൊരു മുട്ടക്കറി, അമ്മയുടെ സ്റ്റൈലിൽ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ആ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. അപ്പോൾ കൂടെ പപ്പടവും കാച്ചി തൈരും. അപ്പോൾ നമ്മുടെ മെയ്ഡ് ജ്യോതി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിലത്തിരുന്ന് തുടയ്ക്കുന്നതെന്ന്. ഇവിടെ ഉള്ളവർക്ക്, അതായത് ഇങ്ങനെ ഇവിടെ വരുന്ന ഇങ്ങനെയുള്ള മെയ്റ്റ്സിന് ഇങ്ങനെ തുടയ്ക്കാനായിട്ടോ ഇഷ്ടം. അവർക്ക് മോപ്പ് എടുത്തു കൊടുത്താലും അവർ തുടയ്ക്കത്തില്ല. ഞാൻ ചില സമയങ്ങളിൽ നിർബന്ധിച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് നമ്മുടെ തുണിയൊക്കെ അതിൽ ചുറ്റിയിട്ട് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തുടപ്പിക്കും. അത് നിർബന്ധിച്ച് അവർക്ക് ഇതാ ഇഷ്ടം. അതുകൊണ്ടാണ്. പിന്നെ ചെരുപ്പും ഞാൻ കൊടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇവിടെ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. തണുപ്പത്തും ചൂടത്തൊക്കെ അവർ അകത്തിട്ടിട്ട് പോകുന്നേരം കഴുകി വെക്കും. അപ്പം നമ്മുടെ മുട്ടക്കറിയും ചോറും ഒക്കെ റെഡി ആയതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചേ. ജ്യോതി പോയതിന് ശേഷം അമ്മ അത് ഉണ്ടാക്കിയായിരുന്നു. ഇതെന്താ വെച്ചാലേ ചെമ്പരത്തിയും കരിവേപ്പിലയും കൂടെ അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കാച്ചിയെടുക്കുക തേക്കാൻ വേണ്ടി അമ്മയ്ക്ക്. അത് കാച്ചിട്ട് ഇതേ 3-4 മുഴുവൻ കുരുമുളക് തന്നെ തിട്ട് വെക്കുമ്പോൾ പൊട്ടി വരണം. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് അരിച്ചിട്ട് തലേ തേക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് അമ്മയ്ക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അമ്മ സ്വന്തമായിട്ട് കാച്ച കേട്ടോ. ഞാൻ സിമ്പിൾ വെളിച്ചെണ്ണയാണ് കാച്ചുന്നത്. എനിക്ക് ഈ കാച്ചെണ്ണ പറ്റത്തില്ല, തലനീരിറങ്ങി ജലദോഷവും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടേ. പിന്നെ ഇവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കിട്ടി. ഞങ്ങളിവിടെ കപ്പക്കിഴങ്ങെന്നാണ് പറയുന്നത്. ചിലരും രാക്കയുടെ അങ്ങോട്ടൊക്കെ മധുരക്കിഴങ്ങെന്നാണ്. അതായത് ഇതാ സംഭവം അമ്മയുടെ ഫേവറേറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. കപ്പയെക്കാട്ടിയും ബെറ്റർ ഹെൽത്തി ആണല്ലോ. നമ്മുടെ അങ്ങ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടേ. വന്ന കോല് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നീങ്ങുന്നേ. പിന്നെ ഇതിന് ഞാൻ ചിരിക്കണോടാ? അമ്മ ഇപ്പൊ ചിരിച്ചില്ലേ? ഇതിന് ഞാൻ ചിരിക്കണോ നിനക്ക്? അമ്മ ഇപ്പൊ ചിരിച്ചില്ലേ? പാൻറ് എവിടെയോ തട്ടി കീറി കാലും മുറിഞ്ഞിട്ടുണ്ട്. ഇതിന് ഈ പാൻറ് കളയാനേ കൊള്ളത്തുള്ളൂ. പിന്നെ അല്ലാതെ എന്ത് ചെയ്യും? തയ്ച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യും? അത് പോയി ആ പാൻറ്. ഇത് പറ്റത്തില്ല. ഇല്ല, എങ്ങനെ സ്റ്റിച്ച് ചെയ്ത വൃത്തിയിടാ? ഒന്ന് നശിച്ച് ആ പാൻറ്. സ്റ്റിച്ച് ചെയ്ത എന്താ പ്രശ്നം? ധാരാ ഗിഫ്റ്റ് തന്നെ ലക്ഷിത. സ്റ്റിച്ച് ചെയ്ത എന്താ പ്രശ്നം? അപ്പോൾ അതെ, ഇന്ന് അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്ത ഗോൾസാ. മൊത്തത്തിലുള്ളൊരു കോലം നോക്കിയേ, പോകുന്നതും വന്നതും ഉള്ള ഡിഫറൻസ്. ഇതാണ് അങ്കു. എങ്ങനെ കീറിയത്? ഇപ്പൊ അവിടെ കീറുന്ന ഇച്ചിരി പാടാ. ഇവിടൊക്കെ കീറണമെങ്കിൽ ഇച്ചിരി പാടാ. എങ്ങനെ കീറിയത്? കുത്തി കീറിയവൻ എവിടെയാ കുത്തി കീറിയത്? അയ്യോ, ഇനി ആ പാൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആ രീതിയിൽ കുത്തി കീറി കൊണ്ടുവന്നേക്കോ, അത് പോയി.
അപ്പോൾ അതേ ഇത് പാറ് പോകുന്നതിന് മുന്നേത്തെ മനു പോയി പിറ്റേ ദിവസം രാവിലത്തെ വിശേഷം കേട്ടോ. നമ്മുടെ ഞുഞ്ഞുമോനും രാക്കയും കൂടെ അടങ്ങിയിരിക്കുന്നുണ്ട് അവിടെ. രാക്കയെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രാക്കയെ പോയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും സൃഷ്ടിയും ഫ്രണ്ടിൽ നടക്കുക, അമ്മയും കുഞ്ഞും പാറും ബാക്കി വരുന്നുണ്ട്. മനു 7 ദിവസം ഉണ്ടായിരുന്നു, പാറുവൊക്കെ 10 ദിവസത്തേക്കാണ് വന്നത്. അപ്പോൾ മനു പോയി 3 ദിവസം കഴിഞ്ഞിട്ട് അവർ പോയത്. പിന്നെ അവർ വന്ന ഈ സമയത്ത് നമുക്കധികം പൂക്കളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആകെ ഈ ബൊഗൈൻവില്ലയുടെ ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബൊഗൈൻവില്ലയുടെ പല കളറുണ്ട് ഇവിടെ, പല സ്ഥലത്തായിട്ട് നല്ല ഭംഗിയായി പൂ കാണാൻ വേണ്ടി. ഞാൻ നമ്മുടെ ഹോർട്ടിക്കൾച്ചറിലൊക്കെ പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോകളിൽ. അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. മസാല ദോശയായിരുന്നു, ഊത്തപ്പം എന്നായിരുന്നു, പക്ഷെ ഞങ്ങൾ ലേറ്റായി വന്നുകൊണ്ട് അവർ മസാല ദോശയും സാമ്പാറും ചട്നി ഇവിടുത്തുകാരുടെ ഒരു ടേസ്റ്റിൽ. പിന്നെ ചായ, ജിഞ്ചർ ടീ അതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഇറങ്ങുവാണേ. അമ്മയുടെ ഫോൺ സൃഷ്ടിയിൽ നിന്ന് പിള്ളേരെല്ലാം അമ്മയുടെ ഫോണാണ് എടുക്കുന്നത്. അമ്മ പറഞ്ഞാലും കേൾക്കത്തില്ല, ഞങ്ങളുടെ ഒന്നും ഫോൺ ഞങ്ങൾ കൊടുക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പറയാം അമ്മ കൊടുത്തിട്ടല്ലേ പിള്ളേരെടുക്കുന്നതെന്ന്. ഇതടുത്ത നമ്മുടെ ബൊഗൈൻവില്ല, കടലാസ് പൂന്ന് പേപ്പർ റോസ് എന്നൊക്കെ പറയുന്ന സംഭവമായത് കണ്ട്. ഇതിൻ്റെ ഒരു എന്താ ചെങ്കല് കളർ, നമ്മുടെ കനകാമ്പരത്തിൻ്റെ വേറൊരു ഷെയ്ഡ് പോലെ അല്ലേ. പിന്നെ ഈ നിൽക്കുന്നതിലെ ഏഴിലമ്പാല പൂക്കളാ. ഇതിൻ്റെ റെഡും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ഇവിടെ ഉള്ളത് ഇതേ വൈറ്റും മഞ്ഞയും. റെഡ് ഇനി അവിടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ ദേ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ കേട്ടോ. ഇതിന് ചെറിയൊരു മണമുണ്ട്. പിന്നെ അടുത്ത കളർ ബൊഗൈൻവില്ല, ഇതൊരു ക്രീമിഷ്. പിന്നെ നമ്മുടെ പിട്ടൂണിയ, ഇത് ലാസ്റ്റ് സെറ്റ് ഓഫ് പിട്ടൂണിയ. വീണ്ടും നമ്മുടെ ബൊഗൈൻവില്ലയുടെ ഒരു പിങ്കിഷ് വൈറ്റ് ഷെയ്ഡ് എന്തോ മിക്സ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഞാൻ തോന്നുന്നു കേട്ടോ. 2 സാധനങ്ങളാ വന്നേ. ഒരു മിനിറ്റ് കാണുന്നില്ല, ഞാൻ തപ്പിയത് ഗൂഗിൾ ലെൻസിലല്ലേ. പാവയ്ക്കായത് ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് പാവയ്ക്ക സെയിം, നമ്മുടെ പാവയ്ക്കയുടെ വേറൊരു ഫോം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൗണ്ടിലൂടെ നടക്കും. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. നമ്മൾ നേരെ വന്ന് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കില്ല. ഹർഷയായിട്ട് വന്നപ്പോഴും നമ്മളിവിടെയൊക്കെ വന്നില്ലേ, ഹർഷയ്ക്ക് റീൽസൊക്കെ എടുത്തു കൊടുത്തു. ഇത് ഞുഞ്ഞുമോനെ വെറുതെ നടത്തിപ്പിക്കാറ്. പിന്നെ അവൻ്റെ ഡയപ്പർ വാങ്ങണമായിരുന്നു, അതും ഇതേ പാറു താങ്ങി പിടിച്ചിട്ടുണ്ട്. അമ്മയും പിള്ളേരും വേറെ ഏതോ മൂലയിൽ പോയി ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇതും ഇവിടെ വേറൊരു സൈസിൽ പോയി. ഇവിടെ ഒരുപാട് തരത്തിലുള്ള പൂക്കളുണ്ടെന്നേ. അതിനി വരുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചാൽ എനിക്ക് പേരൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് കാണാൻ ഒത്തിരി ഇഷ്ടമാണ് പൂക്കൾ. പിന്നെ അത് ഹാങ് ചെയ്ത് നിൽക്കുന്ന എന്തോ ഒരു ചെടി അറിയാവുന്നവർക്കൊക്കെ ഇതിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ. ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.